കേരള തമിഴ്നാട് ബോർഡറിലെ ഒരു കൊടുങ്കാട്. കാടിന് നടുവിൽ ഒരു ചെറിയ ഗ്രാമം. പണ്ട് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ശബരിമല ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള ഒരമ്പലവും കാടും വന്യമൃഗങ്ങളും പുഴകളും മലകളും പ്രകൃതിയുടെ എല്ലാവിധ നന്മകളും കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാട്. പാമ്പ് കടിയേറ്റാൽ ചികിത്സയ്ക്ക് പുറത്തു പോകാത്ത മനുഷ്യരുടെ നാട്. പറഞ്ഞു വന്നത് കോന്നി ഫോറസ്റ്റ് റേഞ്ചിലെ അച്ചൻകോവിലിനെ കുറിച്ചാണ്. ഞാനും രഞ്ജിത്തും കൂടെ പോയ ഒരു കിടിലൻ ബൈക്ക് ട്രിപ്പിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ബൈക്കിൽ യാത്ര തുടങ്ങി കോന്നിയിലെത്തി, കാട്ടിലൂടെ അച്ചൻകോവിലെത്തി, അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തെങ്കാശിക്ക് പോകാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറ്റ്സ് മീ ആകാശ്. അച്ചൻകോവിലിന്റെ വശ്യമനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഞാവനാട് ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ ID കാർഡ്, അതായത് ലൈസൻസും വണ്ടി നമ്പറും എല്ലാം പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് കയറിപ്പോരാം. ഇവിടെ കയറ്റിവിടാൻ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഇവിടെ പറഞ്ഞത് നമുക്ക് കാട്ടിൽ വണ്ടി നിർത്താൻ പറ്റത്തില്ല, കാട് കഴിഞ്ഞ് എവിടെ വേണമെങ്കിലും നിർത്തുക, ഫോട്ടോ എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഒരു ഇത് എന്ന് പറയുന്നത്, എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അച്ചൻകോവിൽ ഫോറസ്റ്റിൽ വണ്ടികൾ കയറ്റി വിടത്തില്ലെന്നാണ്, ബൈക്കൊക്കെ കയറ്റി വിടത്തില്ലെന്നാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റിന് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ശ്രീ കല്ലേരി ഊരാളി അപ്പൂപ്പൻകാവ് കാണാം. ഒരു ക്ഷേത്രമാണ്. കൊടുങ്കാടിന് നടുവിലുള്ളൊരു അപ്പൂപ്പൻകാവാണത്. ഇതൊരു ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കറക്റ്റ് ഒരു ബസ്സിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. പക്ഷേ ചെറിയ റോഡാണ്. ഇവിടെ കാടിനകത്ത് ഇഷ്ടംപോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശിവചാമുണ്ടേശ്വരി ക്ഷേത്രമാണ്. ഇവിടെ എന്തോ വിശേഷമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്തോ വിശേഷ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും ആൾക്കാരും വരുന്നതുകൊണ്ട് വണ്ടികൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾത്തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, പക്ഷെ നല്ല തിരക്കും ഉണ്ട്. അമ്പലത്തിന് രണ്ട് സൈഡിലും ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വന്യമൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഇവിടെ നിന്നാണ് നമ്മുടെ കാടിൻ്റെ ഡീവിയേഷൻ തുടങ്ങുന്നത്. നേരെ പോയാൽ അച്ചൻകോവിലും, ഇപ്പുറത്തോട്ട് പോയാൽ കൊക്കത്തോട്, അങ്ങനെ ഒരു സ്ഥലമാണ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമ്മളങ്ങനെ നേരെ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് രണ്ട് സൈഡും ഫുള്ള് ഫോറസ്റ്റ്. നടുക്ക് വഴി, ചെറിയൊരു വഴി മാത്രം. അതായത് ടാറിങ് ഒക്കെ പൊളിഞ്ഞു പോയൊരു, പണ്ടങ്ങോ ടാർ ചെയ്തതാണ്, അതെല്ലാം ഫുള്ള് പൊളിഞ്ഞു പോയൊരു വഴി. രണ്ട് സൈഡും ഫുള്ള് കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇഷ്ടംപോലെ വണ്ടികൾ മുമ്പേ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കയറിയ പിന്നെ നമ്മൾ മാത്രമായി, ഞങ്ങൾ രണ്ടും മാത്രം ഈ വഴി കൂടെ. ശരിക്കും പേടിപ്പെടുത്തുന്ന വഴി കൂടെയാണിത്. ചില സ്ഥലങ്ങളിൽ നല്ല ഭീകര അന്തരീക്ഷവും ചിലയിടത്ത് നല്ല വൈബ് സ്ഥലവും അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ട് കാണാൻ. എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ്. പിന്നെ ആൾക്കാർ കയറ്റി വിടത്തില്ല, ഫോറസ്റ്റിലോട്ട് ആരെയും കയറ്റി വിടത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ആരും അങ്ങനെ ഒത്തിരി പേര് എത്തിപ്പെടാത്തത്. ഞങ്ങൾ ഇവിടെ 1 കിലോമീറ്റർ മുമ്പേ ചോദിച്ചപ്പോൾ, ഒരു ഓട്ടോ സ്റ്റാൻഡ് ചോദിച്ചപ്പോഴും പറഞ്ഞ് ഫോറസ്റ്റിലോട്ട് അങ്ങനെ വണ്ടികളൊന്നും കയറ്റി വിടുന്നില്ലെന്നാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ ചോദിക്കാമെന്ന് കരുതി കയറി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, കയറി പൊക്കോളാൻ തന്നെയാണ് അവർ പറഞ്ഞത്, കാടിൽ വണ്ടി നിർത്തരുതെന്ന് മാത്രം. അങ്ങനെ നമ്മൾ കയറി വന്നു. ഇവിടെ ഫുള്ള് കാടാണ്, ചെറിയ വഴി. ആനിമൽസ് നിന്നാൽ പോലും കാണാൻ പാടാണ്. റോഡിലാണെങ്കിൽ ഫുള്ള് എന്താ പറയുക, ആനപ്പിണ്ടവും കാര്യങ്ങളും, ആന തന്നെ വലിച്ചൊടിച്ചിട്ടേക്കുന്ന ചുള്ളികൾ, ചെറിയ ചെറിയ ചെടികളുടെ ഇലകൾ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഫുള്ള് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കുറേ സ്ഥലങ്ങളിൽ കുറേ മരങ്ങൾ കൂടി ഇങ്ങനെ നട്ട് വെച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ. ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ തേക്കാണ് ഇതിൽ കൂടുതലും. തേക്ക്, പിന്നെ കുറേ ഇടത്തൊക്കെ തേക്ക് കൃഷി പോലെ ചെയ്തിട്ടുമുണ്ട്, നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അച്ചൻകോവിലാറാണിത്. അച്ചൻകോവിലാറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പോൾ റോഡ് ഫുൾ ആനപ്പിണ്ടമാണ്, പക്ഷെ ആനയൊന്നും കാണുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആന ഇറങ്ങി വന്ന സ്ഥലം, അതായത് കാടെല്ലാം തല്ലി ചതച്ചിട്ടേക്കുന്നതും, അങ്ങനെ ഫുൾ ആനപ്പിണ്ടം എന്ന് പറഞ്ഞാൽ ഫുൾ ആനപ്പിണ്ടം, അതും ഫ്രഷ് ആനപ്പിണ്ടമൊക്കെ. കുറച്ച് നേരത്തെ ഇതുവഴി പാസ് ചെയ്ത ആ ഒരു രീതിയിലാണ് റോഡെല്ലാം കിടക്കുന്നത്. ഇതിന് ഇത്രയധികം ആനകളുണ്ടോ എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു പോയി. കാരണം എവിടെ നോക്കിയാലും ആനപ്പിണ്ടമാണ്. അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് ആന ഇറങ്ങി വന്ന വഴികൾ, അതായത് ഫുള്ള് കാടാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വഴി പോലാണ്, ആന ഇറങ്ങി മെതിച്ചിറങ്ങി വന്നൊരു വഴി പോലെ തന്നെ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ഫുള്ള് വെള്ളവും ചള്ളയൊക്കെ, കുറച്ച് ചള്ളയൊക്കെ ഉണ്ട്.
ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറും കൊണ്ടൊക്കെ വന്നാൽ കയറിപ്പോരാം, അതായത് ജീപ്പ് അങ്ങനെ. അത്യാവശ്യം അത്രയും പൊക്കം വേണം എന്നാലേ ഉള്ളൂ. ഇത് നമ്മുടെ ആനയൊക്കെ ഇടിച്ചിട്ട് മൺതിട്ടയൊക്കെയാണ്, ആന കൊമ്പ് വെച്ച് കുത്തി മറിക്കുന്ന മൺതിട്ടയൊക്കെയാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ടൊക്കെ വന്നാൽ നമുക്കിവിടെ സുഖമായിട്ട് വരാം, ഒരു കുഴപ്പമില്ല. ബൈക്കുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് മരമൊക്കെ റോഡിലോട്ടൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ തട്ടാതൊക്കെ വേണം പോകാൻ. മുള്ളാണ് കൂടുതലും. അത്യാവശ്യം തെളിഞ്ഞൊരു സ്ഥലമാണിത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ആനയൊന്നും കണ്ടില്ല നമ്മൾ, ആകെ കണ്ടത് കുരങ്ങിനെയും മയിലിനെയും മാത്രമാണ്. ആനയെ കാണും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആനപ്പിണ്ടമൊക്കെ കണ്ടില്ല, ഫ്രഷ് ആനപ്പിണ്ടമാണ്. അങ്ങനെ നമ്മൾ 3 മയിലിനെ കണ്ടു. പെൺമയിലെന്തോ ആണ്, പിന്നെ ഇതൊരു ആൺമയിലായിരുന്നു. നമ്മളെ കണ്ടുടനെ അത് അകത്തോട്ടങ്ങ് കയറിപ്പോയി, കാടിനകത്തേക്ക് കയറി. ഇതൊരു റെസ്റ്റ് ഹൗസോ എന്തോ ആണ് ഫോറസ്റ്റിൻ്റെ. ഈ ഒരു മരമൊക്കെ കണ്ടില്ലേ, എത്ര വർഷം പഴക്കമുള്ള മരമാണെന്ന് നോക്കിയേ, എന്ത് രസം അത് കാണാനും. ഇവിടെ മയിലാണ് കൂടുതലെന്ന് തോന്നുന്നു, ഫുള്ള് മയിലിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇഷ്ടം പോലെ മയിലുണ്ടായിരുന്നു. ആനയൊക്കെ ഇടിച്ചിടിച്ച് കൊമ്പുകൊണ്ട് കുത്തി താത്തിട്ട് കയറി പോകുന്നതാണ് ഇവിടെ. കയറി പോകാനായിട്ടുള്ള വഴി ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫുള്ള് കൊമ്പ് വെച്ച് കുത്തി കുത്തി കളഞ്ഞേക്കുവാണ് ഇതൊക്കെ. 2 സൈഡിലും കാട്, ഫുള്ള് കാട്. നടുക്ക് റോഡെന്ന് പറയാൻ ചെറിയൊരു മണ്ണൊക്കെ കിടക്കുന്ന ഒരു വഴി പോലെ മാത്രം. ചിലയിടങ്ങളിൽ ടാറിങ് ഉണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിലില്ല. നമ്മൾ ഇവിടെ നിന്ന ടൈമിൽ, കുറച്ച് നേരം നിന്ന ടൈമിൽ ഫോറസ്റ്റ് വണ്ടി വന്നായിരുന്നു. ഫോറസ്റ്റിൽ, അതായത് അവർ പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങില്ല, ആഴമുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോരുന്നു. ഇത് ആ ഫോറസ്റ്റിനടുവിലുള്ള റോഡിലുള്ള ഒരു വാട്ടർ കട്ടിങ് ആണ്, കണ്ടില്ലേ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ വന്നാൽ അത്യാവശ്യം അടിയൊക്കെ തട്ടും. അപ്പോൾ മാക്സിമം വരുന്നവർ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ടൊക്കെ വരാൻ നോക്കുക. നല്ല രീതിയിൽ കുഴിയുള്ള പോലെയാണ് കിടക്കുന്നത്, വണ്ടിയുടെ അടിയൊക്കെ തട്ടാൻ ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ പുലിയുണ്ടെന്നുള്ള അറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓഫ് റോഡ് വഴിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുമെന്ന് അവരവിടെ വലിയ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് കുംഭാവുരട്ടി വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. പിന്നെ വൈൽഡ് ക്രോസിങ്ങിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യപ്പ സ്വാമിമാരുടെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, കൂടുതലും അയ്യപ്പ സ്വാമിമാരൊക്കെയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ആനയെങ്ങാണ്ട് കയറി പോയതേ ഉള്ളൂ. ഫ്രഷ് ആനപ്പിണ്ടമൊക്കെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്തോ ആണ്, വെള്ളം കുടിക്കാൻ. താഴെ അച്ചൻകോവിലാറായതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ വന്നാൽ നമ്മളങ്ങനെ അച്ചൻകോവിലായി. അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആയി നമ്മൾ. അപ്പോൾ ഇതാണ് അച്ചൻകോവിൽ ക്ഷേത്രം. അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ്. ഇവിടെയാണ് അയ്യപ്പന്മാരൊക്കെ കൂടുതലും വരുന്ന, മലയ്ക്ക് പോകുന്ന സമയത്ത് എടുത്താവളം പോലെ താമസിക്കുന്നതൊക്കെ. നമ്മൾ വന്ന വഴി പെട്രോൾ കുറച്ച് ഇല്ലാഞ്ഞത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ബ്ലാക്കിന് പെട്രോളൊക്കെ വാങ്ങി. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അത്യാവശ്യം വലിയ കാട് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഫ്രെയിംസ് കാണുമ്പോൾ വണ്ടി വെച്ച് ഫോട്ടോ എടുക്കുകയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ. ഫുള്ളാറും അതിൻ്റെ നടുക്ക് കുറച്ച് കൊക്കൊക്കെ ഇരിക്കുന്നത്. ഇത് അച്ചൻകോവിലാറാണ്. വെള്ളമൊക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മഴയത്തൊക്കെ, മൺസൂൺ സീസണിലൊക്കെ നല്ല പോലെ വെള്ളം വരുന്നതാണ്.